السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب تحريم الحسد وهو تمني زوال النعمة عن صاحبها سواء كانت نعمة دين أو دنيا. قال الله تعالى: أم يحسدون الناس على ما آتاهم الله من فضله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ അധ്യായത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി വിശ്വാസികൾ പരസ്പരം വെച്ചു പുലർത്തേണ്ടുന്ന സ്വഭാവ മഹിമകളെ സംബന്ധിച്ചുള്ള അധ്യായമാണ് നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ബാബു തഹരീമിൽ ഹസദി, ഹസദ് നിഷിദ്ധമാണ് എന്നതിനെ സംബന്ധിച്ചു പറയുന്ന അധ്യായമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. കഴിഞ്ഞ ഹദീസിൽ തന്നെയും നമ്മൾ കേൾക്കുകയുണ്ടായി, വലാ തഹാസദു, നിങ്ങൾ അസൂയ വെച്ച് പുലർത്തരുത് എന്ന ഭാഗം. ഇന്നത്തെ അധ്യായത്തിൽ ഹസദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ് ഉൾക്കൊള്ളിച്ച് പ്രത്യേകം അധ്യായം തന്നെ നൽകിയിരിക്കുകയാണ്. ഹസദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ തമന്നി സവാലിൻ നിഅമ, നിഅമത്ത് നീങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കലാണ്. തമന്ന എന്ന് പറഞ്ഞാൽ മോഹിച്ചു, കൊതിച്ചു, ആഗ്രഹിച്ചു എന്നൊക്കെയാണ് അർത്ഥം. തമന്നി സവാലിൻ നിഅമ, ഒരു നിഅമത്ത് നീങ്ങിപ്പോകുവാൻ കൊതിക്കലും ആഗ്രഹിക്കലുമാണ് ഹസദ്. അൻ സാഹിബിഹ, ഒരു നിഅമത്തുള്ള ഒരാളിൽ നിന്ന് ആ നിഅമത്ത് നീങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നതിനാണ് ഹസദ് അഥവാ അസൂയ എന്ന് പറയുന്നത്. സവാഉൻ കാനത്ത് നിഅമ ദീനിൻ ഔ ദുനിയ, അത് നിഅമത്ത് ദീനിൻ്റെ നിഅമത്താവട്ടെ ദുന്യാവിൻ്റെ നിഅമത്താവട്ടെ, ഏത് നിഅമത്തായിരുന്നാലും ഒരാൾക്കുള്ള നിഅമത്ത് നീങ്ങിക്കാണുവാൻ ആഗ്രഹിക്കുന്നതിനാണ് ഹസദ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 54-ാമത്തെ ആയത്തിൽ അം യഹ്സുദൂനൻ നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി എന്ന് ചോദിക്കുന്നുണ്ട്. അം യഹ്സുദൂനൻ നാസ, അതല്ല അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ? അലാമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയതിൻ്റെ പേരിൽ അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ? ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യമാണ്. ഈ ആയത്ത് അവതരിക്കുവാനുള്ള ഒരു സന്ദർഭമുണ്ട്. അത് മനസ്സിലാകുമ്പോൾ കാര്യം വളരെ വ്യക്തമാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിയോഗത്തെ അംഗീകരിക്കാത്ത യഹൂദികളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ യഹൂദികൾ അവരുടെ വേദഗ്രന്ഥത്തിൽ പോലും പറയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ്റെ വരവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. ഒരു നബിയുടെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരായിരുന്നു യഹൂദികൾ. പലപ്പോഴും പല യുദ്ധഘട്ടങ്ങളിൽ പോലും
അവർ പറയാറുമുണ്ടായിരുന്നു, വരാൻ പോകുന്ന ഒരു നബിയുണ്ട്, ആ നബി ഞങ്ങളിൽ വന്നാൽ ആ നബിയുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിന്ന് ശത്രുക്കളെയൊക്കെ ഞങ്ങൾ തുരത്തുകയും അവരോട് യുദ്ധം ചെയ്ത് വിജയം വരിക്കുകയും ചെയ്യുമെന്നൊക്കെ യഹൂദികൾ പറയാറുണ്ടായിരുന്നു. എന്നാൽ മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു നിയോഗിച്ചപ്പോൾ ആദ്യം തന്നെ വിശ്വസിക്കേണ്ടവർ യഹൂദികളായിരുന്നു സത്യത്തിൽ. കാരണം അവരുടെ തൗറാത്തിൽ പോലും കൃത്യമായ നിലക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ള നബിയാണ് ഈ അന്ത്യപ്രവാചകൻ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് ആ നബുവത്ത് കിട്ടിയത് എന്നുള്ളത് യഹൂദികൾക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. കാരണം അവർ പ്രതീക്ഷിച്ച കുടുംബ പരമ്പരയിലായില്ല നബിതങ്ങളുടെ നിയോഗം. അവർ പ്രതീക്ഷിക്കുന്ന കുടുംബ പരമ്പര എന്ന് പറയുന്നത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്നാണല്ലോ ബനൂ ഇസ്രായേലിലേക്ക് നബിമാരെല്ലാം അയക്കപ്പെട്ടത്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ഒരു കുടുംബ പരമ്പരയിൽ നിന്നായിരിക്കും ഈ അന്ത്യദൂതൻ്റെ വരവ് എന്നാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാവട്ടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്നാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നബിയായി നിയോഗിച്ചത്. ഇത് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് സഹിക്കാനാകുന്നതായിരുന്നില്ല. കാരണം അവർ പ്രതീക്ഷിച്ച തറവാട്ടിൽ നിന്നോ പ്രതീക്ഷിച്ച കുടുംബത്തിൽ നിന്നോ അല്ല ഒരു നബി വന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നതിന് പകരം ആദ്യം തന്നെ ചാടിപ്പടഞ്ഞ് പ്രവാചകനെ നിഷേധിക്കുന്നതിൽ മുന്നിൽ നിന്നവർ യഹൂദികളായിരുന്നു. അതിനൊരൊറ്റ കാരണമേയുള്ളൂ, അതിൻ്റെ പേരാണ് അസൂയ. അസൂയ മാത്രമാണ് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിക്കാൻ തടസ്സമായി മാറിയത്. എന്തുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളായില്ല എന്നും പറഞ്ഞ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിഷേധിച്ചു. വിശുദ്ധ ഖുർആൻ അവരെ ചോദ്യം ചെയ്തു, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ആ നബിയെ അവിശ്വസിക്കുന്ന ആദ്യത്തെ ആളുകളായി നിങ്ങൾ മാറരുത്. നിങ്ങളല്ലേ ആദ്യം വിശ്വസിക്കേണ്ടത്, കാരണം നിങ്ങളല്ലേ കാത്തിരിക്കുന്നത്. കാത്തിരുന്ന ദൂതനാണ്. അതായത് തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പേര് പറയപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു നബി വന്നാൽ ആ നബിയെ ആദ്യമായി എതിരേറ്റ് സ്വീകരിക്കേണ്ടിയിരുന്നത് യഹൂദികളും നസ്രാനികളുമൊക്കെ ആയിരുന്നു. കാരണം തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ ഈ നബിയുടെ വരവിനെക്കുറിച്ച് ബശാറത്തുണ്ട്, സുവിശേഷമുണ്ട്. അവരംഗീകരിച്ചില്ല. കാരണം ഹസൂയയായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ആയത്തിറങ്ങുന്നത്. അം യഹ്സുദൂനന്നാസ, അല്ലാഹ് ചോദിക്കുകയാണ്, അവർ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ? ഇവിടെ അന്നാസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം ഒന്നാമതായി അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു കൊടുത്ത നുബൂവത്താകുന്ന നിഅമത്തിൽ അവർ അസൂയ വെക്കുകയാണോ? അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നുബൂവത്ത്, റിസാലത്ത്, മുലൂക്കിയത്ത്, രാജാധിപത്യം, അധികാരങ്ങൾ, ഇതൊക്കെ ആർക്ക് കൊടുക്കണമെന്നുള്ളത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് അള്ളയല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനും അതുപോലെ തന്നെ ആ റസൂലിൽ വിശ്വസിച്ച വിശ്വാസികൾക്കുമൊക്കെ അള്ളാഹു തആല ഈമാൻ നൽകി, അവർക്ക് സന്മാർഗം നൽകി. ആ സന്മാർഗം അവർക്ക് കിട്ടിയതിൻ്റെ പേരിൽ യഹൂദികൾ വല്ലാത്ത അസൂയ കാണിച്ചു. അത് വിശുദ്ധ ഖുർആൻ വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്. സൂറത്തുൽ ബഖറ 109 ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നുണ്ട്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദാ മിൻ ഇൻദി അൻഫുസിഹിം. സൂറത്തുൽ ബഖറ 109 ആയത്ത്. അവിടെ അള്ളാഹു ഇവരുടെ സുഖക്കേട് പറയുന്നുണ്ട്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന് അധിക പേരും ആഗ്രഹിക്കുന്നത് ലൗ യറുദ്ദൂനക്കും, നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുവാൻ പറ്റുമോ എന്നാണ്. മിമ്പഴതി ഈമാനിക്കും, നിങ്ങൾ ഈമാനിൽ വന്നതിൻ്റെ ശേഷം, നിങ്ങളൊക്കെ ഇപ്പോൾ മുഅ്മിനുകളായതിൻ്റെ ശേഷം നിങ്ങളെ മടക്കിക്കൊണ്ടുപോകാനാണ് യഹൂദികൾ ശ്രമിക്കുന്നത്. എങ്ങോട്ട്? കുഫാറൻ, കാഫറുകളാക്കി മാറ്റാനാണ്.
യഹൂദികൾ ശ്രമിക്കുന്നത്. എന്തേ കാരണം? ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ള അസൂയ കാരണത്താലാണ്. കാരണം നേതാവായി പ്രതീക്ഷിച്ചയാൾ അവർ പ്രതീക്ഷിച്ച കുടുംബക്കാരനായില്ല, അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കൂല. എന്താ അവർക്ക് കൊടുക്കാൻ? ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കല്ലല്ലോ നബിയായത്, അവിടെ ഞങ്ങൾ അംഗീകരിക്കൂല. അസൂയ മൂത്തിട്ടാണ് യഹൂദികൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിഷേധിക്കേണ്ടി വന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാരകമായി അവൻ്റെ ഹൃദയത്തിൽ കുടിക്കൊള്ളുന്ന ഒരു രോഗമാണ് ഹസദ്, അസൂയ. അത് ദീനിയായ കാരണത്താൽ അസൂയപ്പെടും, ദുന്യവിയായ കാരണത്താൽ അസൂയപ്പെടും. അതാണ് നവവി ഇമാം ഹഡ്ഡിങ് കൊടുത്തപ്പോൾ സവാഉൻ കാനത്ത് നിഅമത്തു ദീനിൻ ഔ ദുന്യാ എന്ന് പറഞ്ഞത്. ഒരാൾക്ക് കിട്ടിയ ദീനിയായ നിഅമത്ത്, അയാൾക്ക് ഒരുപാട് അറിവുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് നുബുവത്ത് കിട്ടി, ആ നബിയിൽ വിശ്വസിച്ച ആളുകൾക്കൊക്കെ ഹിദായത്ത് കിട്ടി. അത് ജൂതന് സഹിച്ചില്ല, യഹൂദിക്ക് സഹിക്കുന്നില്ല. കാരണം അസൂയ തന്നെ. എന്തേ അവർക്ക് കൊടുത്തത്? ഞങ്ങളൊക്കെ ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ, വലിയ പ്രമാണിമാരും അതുപോലെ തന്നെ വലിയ വലിയ തറവാട്ടുകാരൊക്കെ ഇവിടെ ഇല്ലേ? അറേബ്യൻ മുശ്രിക്കുകൾക്കും ഒരു വേള സംഭവിച്ചത് അത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. മുഹമ്മദിനാണോ ഈ നുബുവത്ത് കൊടുക്കാൻ അള്ളാഹ് കണ്ടത്? ഇവിടെ നമ്മൾ എത്ര വലിയ തറവാടുകാരുണ്ട്, എത്ര വലിയ സമ്പന്നന്മാരുണ്ട് എന്നൊക്കെ അവരും പറയാൻ കാരണം എന്താണ്? അസൂയ തന്നെ. മുഹമ്മദ് നബിക്ക് എന്ത് ചെയ്തു കൊടുത്തത്? ഇയാളെന്തേ റസൂലായി നിയോഗിക്കപ്പെട്ടത്? ഞങ്ങളിവിടെ എത്ര നല്ലവരായ പ്രമാണിമാരും സമ്പന്നരും നേതാക്കന്മാരുമൊക്കെ ഉണ്ടായിട്ട് ഈ വ്യക്തിക്കാണല്ലോ നൽകിയത്. ഇത് മനുഷ്യ മനസ്സിൽ ഈമാനിൻ്റെ പേരിൽ പോലും ഉണ്ടായി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ഫിത്രത്താണത്. മനുഷ്യ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രകൃതാണ്. എല്ലാവരിലും ഏതൊരു ജസദുണ്ടോ അതിൽ ഹസദുണ്ട് എന്നാണ്. മാമിൻ ജസദിൻ ഇല്ലാ വഫീഹി ഹസദുൻ എന്നാണ്. ഒരൊറ്റ പുള്ളിയുടെ വ്യത്യാസമേ ഉള്ളൂ. ജസദ് എന്നുള്ളതിന് പിന്നെ ജീമാണ്, അതോട് ജസദ് ബോഡി, ശരീരം. ആ പുള്ളി പോയാൽ എന്തായി? ഹസദായി. എല്ലാ ജസദിലും ഹസദ് ഉണ്ട് എന്നാണ്. ഏറ്റക്കുറച്ചിലുണ്ടാവുന്നേ ഉള്ളൂ. എന്നാൽ മനുഷ്യനത് പ്രകടിപ്പിക്കാതിരിക്കുന്നതിലാണ് മനുഷ്യൻ്റെ കഴിവ്. ഹസദ് എല്ലാവർക്കും ഉണ്ടാവും. അതിന് പ്രായപൂർത്തിയോ ബുദ്ധിയോ തൻ്റെ ഇടമൊന്നും വേണമെന്നില്ല. ചെറിയ കുട്ടികൾക്ക് അസൂയല്ലേ? ചെറിയ കുഞ്ഞു മക്കൾക്ക് അസൂയല്ലേ? നമ്മളെ വീട്ടിലുള്ള 2 വയസ്സായ കുട്ടി, അതിൻ്റെ അപ്പുറത്ത് മൂത്ത കുട്ടി 3ഓ 4ഓ വയസ്സുള്ളത്, കളിപ്പാട്ടം കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി ഒരുത്തൻ കയ്യൂക്കുള്ളവൻ കൈയടക്കി. അപ്പോൾ കിട്ടാത്ത കുട്ടി കരയുമ്പോൾ അവൻ്റെ ഉദ്ദേശം എന്താ? അവനക്ക് കിട്ടണം തന്നെയാണ്. പക്ഷെ ഇനി അവന് കിട്ടിയില്ലെങ്കിലും ബാപ്പയോ ഉമ്മയോ ഈ കളിപ്പാട്ടം മറ്റേ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചാൽ മതി. മറ്റേ കുട്ടി പൊടുന്നനെ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ കരച്ചിലാണ് നിർത്തും. എന്താ ഇവിടെ സംഭവിച്ചു? ആ കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടിയോ? കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, മറ്റവൻ്റെ ഒരു ഫോണം. ഇതാണ് അസൂയ. ഇത് ഇസ്ലാം ഗൗരവത്തോടെ പറഞ്ഞതാണ്. അതാണ് തമന്നി സവാലി നിഅമ എന്ന് പറയുന്നത്. ഒരു നിഅമത്ത് നീങ്ങിയാണ് പോണത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നേരെമറിച്ച് എനിക്ക് കിട്ടണം, അയാൾക്ക് കിട്ടി അൽഹംദുലില്ലാ. അതേപോലെ എനിക്കും കിട്ടണം എന്ന മോഹത്തിന് ഹസദ് എന്ന് ഭാഷയിൽ പറയുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, 2 കാര്യങ്ങളിൽ അല്ലാതെ അസൂയ പാടില്ല. അപ്പോൾ 2 കാര്യങ്ങളിൽ അസൂയയാവാം. അതേതാ അസൂയ? ഒരാൾക്ക് അള്ളാഹു ധാരാളം മുതൽ കൊടുത്തു, അയാൾ അതുകൊണ്ട് അള്ളാഹുടെ മാർഗത്തിൽ ഇഷ്ടം പോലെ ചെലവ് ചെയ്ത് അയാൾ ഇങ്ങനെ പുണ്യം വാരിക്കൂട്ടുന്നു. അപ്പോൾ ഒരു ഫക്കീറായ മനുഷ്യൻ്റെ മനസ്സിലൊരു മോഹം, എന്താല്ലേ അയാളൊരു ഭാഗ്യം, എത്ര അയാളുടെ കയ്യിൽ സമ്പത്ത്, എത്ര അയാൾ വാരിക്കൂരി അയാൾ ചെലവഴിക്കുന്നു, ഉന്നതമായ ദർജ പരലോകത്തേക്ക് അദ്ദേഹം വാരിക്കൂട്ടാണ്, എനിക്കും അങ്ങനെ ഉണ്ടായെങ്കിൽ. ഈ മോഹം നല്ലതാണ്. അതിന് ഹസദ് എന്നല്ല, ഇസ്തിലാഹിൽ സാങ്കേതികമായി അതിന് പറയുക അൽ ഗിബ്ത. അത് തൻ്റെയും ആ നിലക്ക് തനിക്കും ഉണ്ടാവണമെന്ന മോഹമാണ്. മറ്റവൻ്റെത് പോകരുത്, അവൻ്റെ നഷ്ടപ്പെടണം എന്നുള്ള ചിന്ത ഒരിക്കലുമില്ല. അതൊരു സമ്പന്നൻ്റെ. ഇനി ഒരു വലിയ നല്ല ആലിമായ മനുഷ്യൻ, ഖുർആനും ഹദീസൊക്കെ നന്നായിട്ടറിയാം,
അപ്പോൾ അയാളങ്ങനെ നല്ല കാണുമ്പോൾ അയാൾ അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്നു, അയാൾ എത്ര ഇബാദത്ത് ചെയ്യുന്നത്, എത്ര നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുമില്ലാത്തൊരു മനുഷ്യൻ ആഗ്രഹിക്കാൻ, എനിക്കും അങ്ങനെ അറിവ് കിട്ടിയെങ്കിൽ, എനിക്കും അങ്ങനെ പഠിക്കാമായിരുന്നു, എനിക്കും ഇബാദത്ത് ചെയ്യാമായിരുന്നു, എനിക്കും ഖുർആനും ഹദീസൊക്കെ കേട്ടാൽ ഭയം മനസ്സിലാകുമായിരുന്നു, എന്തല്ലേ നല്ല കാര്യം. അവൻ്റെത് നശിക്കണം എന്നല്ല, എനിക്കും അങ്ങനെ വളരാനും ഉയരാനും പഠിക്കാനും ഒക്കെ സാധിച്ചെങ്കിൽ ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. അതല്ലാത്ത നിലക്കുണ്ടല്ലോ, മറ്റൊരാളുടെ വളർച്ചയും പുരോഗതിയും അയാളുടെ മികവും കണ്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന ഒരവസ്ഥക്കാണ് ഹസദ് എന്ന് പറയുന്നത്. മാരക രോഗമാണത്, മാരക രോഗമാണ്. അത് അന്യ ആൾക്കാർ തമ്മിൽ മാത്രമൊന്നുമല്ല ഉണ്ടാവുക, ഒരു ഉമ്മ പറ്റ ഒരു ബാപ്പൻ്റെ മക്കൾ തമ്മിലും ഉണ്ടാവും. അതാണ് ഇത്ര വലിയ സീരിയസ് ആയ വിഷയമായത്. വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായത്തിൽ തന്നെ അള്ളാഹുവിനോട് വളരെ ഭവ്യതയോടെ നമ്മൾ കാവൽ തേടുന്നതിൻ്റെ അവസാനം പറയുന്നത് എന്താ? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അസൂയ വെച്ചാലുണ്ടാകുന്ന ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. അപ്പം അസൂയ വെച്ചാൽ ചില്ലറ വിഷമങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വിഷമം ഗുരുതരവുമാവാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായ യഅ്ഖൂബ് നബിയുടെ പിതാവിൻ്റെ മക്കളാണ് ഈ 12 പേര്. അതിൽ ഇളയവരാണ് യൂസുഫും അതുപോലെ തന്നെ ബിന്യാമീനും. ഏതൊരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഇളയ മക്കളോട് ഒരു അല്പം കൊഞ്ചലും കളിയും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നതിൽ കൂടുതലുണ്ടാവും. മനസ്സിലെല്ലാവരോടും ഒരേപോലെ സ്നേഹം ഉണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കുക കൊച്ചുമക്കളോടാണ്. അപ്പം ഇളയവരോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ മൂത്തവർക്കൊരു അസൂയ. യഅ്ഖൂബ് നബിയുടെ മറ്റു 10 മക്കൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ മീറ്റിംഗ് കൂടി, എന്താ ഇപ്പോൾ ബാപ്പാൻ്റെ മക്കൾ തന്നെയല്ലേ നമ്മളൊക്കെ, എന്താ യൂസുഫിനോട് ഇത്തിരി വലിയ, യൂസുഫിനോടും അവൻ്റെ സഹോദരനായ ബിന്യാമീനോടും എന്താ അത്ര വലിയൊരു സ്നേഹം? അത് പറ്റൂല കേട്ടോ, സഹോദരന്മാരാ നോക്കണം. അതല്ല ഇപ്പോൾ അന്യ ആൾക്കാർ തമ്മിൽ അസൂയ ഉണ്ടാവുമോ അല്ലേ എന്നാ അപ്പം ഞാൻ പറയുന്നത്. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ പറയുന്നത്. അത് ആങ്ങളെയും പെങ്ങളൊക്കെ തമ്മിലുണ്ടാവും, സഹോദരിമാരൊക്കെ തമ്മിലുണ്ടാവും. ഈ അസുഖം ഉണ്ടാവുമ്പോൾ അത് മൂർച്ഛിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. യോഗം കൂടിയിട്ട് തീരുമാനിച്ചു, ഒരു ബ്രദറുടെ അഭിപ്രായം തട്ടിക്കളയണമെന്നാണ്, കൊന്നുകളയണമെന്നാണ്. യൂസുഫിനെ നമുക്ക് കൊന്നുകളയാം, എന്നിട്ട് പിന്നെ നമുക്ക് നല്ലവരായിട്ടാണ് ജീവിച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിജനപ്രദേശത്ത് കൊണ്ടുപോയിട്ട് നമുക്കവനെ തനിച്ചാക്കിയിട്ട് നമുക്കോട് പോരാം, പിന്നെ ബാപ്പ നമ്മളെ മൈൻഡ് ചെയ്തോളും, പിന്നെ ബാപ്പാക്ക് നമ്മളെയാണ് സ്നേഹം ഉണ്ടാവുക. ഇതായിരുന്നു ആ മക്കളുടെ തീരുമാനം. ആലോചിച്ചു നോക്കൂ, എന്താ ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത്? അസൂയ വന്ന അങ്ങനെ ഉണ്ടാവും. ആകാശത്തും ഭൂമിയിലും വന്ന ആദ്യത്തെ പാപങ്ങളൊക്കെ തുടക്കം അസൂയയാണെന്നാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി വാനലോകത്തുള്ള മലായിക്കത്തുകളോടൊക്കെ കൽപ്പന ഉണ്ടായി. അപ്പോൾ ഇബ്ലീസിന് മാത്രം അത് സഹിച്ചില്ല. എന്താ അങ്ങനെ? നമ്മളൊക്കെ ഇവിടെ അല്ലേ, ഇതപ്പോൾ ആദമിനൊരു സുജൂദ് ചെയ്യാൻ പറയൽ? അസൂയ ഉണ്ടാകുമ്പോൾ പിന്നെ അതോടൊപ്പം കിബറുമായി പുറത്തു പോരേണ്ടി വന്നു. ഈ ഭൂമിയിൽ നടന്ന 1-ാമത്തെ കൊലപാതകം, ആദമിൻ്റെ 2 മക്കൾ അവർ തമ്മിൽ കൊലപാതകം നടന്നു. ഖാബീൽ ഹാബീലിനെ കൊന്നുകളഞ്ഞു. എന്താ പ്രശ്നം? അസൂയ. വാനലോകത്തും ഭുവനലോകത്തും നടന്ന ആദ്യ പാപത്തിൻ്റെ കാരണമായത് അസൂയ. ഒരു സഹോദരനെ കൊണ്ടുപോയി കൊല്ലാം നമുക്ക് എന്ന് വരെ പ്ലാൻ ചെയ്യാൻ മാത്രം സഹോദരങ്ങളുടെ മനസ്സിൽ പകയുണ്ടാക്കിയതിൻ്റെ കാരണം അസൂയ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യരുതേ എന്ന് പറഞ്ഞത്, ഇത് വലിയ അപകടമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹിൻ്റെ നിഅമത്തിനോട് പൊരുതാൻ നിൽക്കരുത്, അള്ളാഹിൻ്റെ നിഅമത്തിനോട് നിങ്ങൾ ശത്രുത കാണിക്കരുത്. അപ്പോൾ മറ്റു സഹാബിമാർ ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട്, അല്ല എങ്ങനെ അള്ളാഹിൻ്റെ നിഅമത്തിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഉണ്ടാവുക, എങ്ങനെ ഇപ്പം അതിനോട് ശത്രുത കാണിക്കുക? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, അതാരാന്നറിയോ? അല്ലദീന യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകളോട്
വെറുപ്പുള്ള ആളുകളാണത്. കാരണം നിഅമത്ത് കൊടുത്തതാരാ? കൊടുക്കുന്നതാരാ? അള്ളാഹു. അപ്പം എനിക്കൊരാൾക്ക് കിട്ടിയ നിഅമത്തിന് എനിക്ക് സഹിക്കാൻ പറ്റണില്ലെങ്കിൽ എൻ്റെ ആ അസഹ്യത അള്ളാഹിനോടാണ്. അള്ളയല്ലേ കൊടുത്തത്, ഞാനല്ലല്ലോ കൊടുക്കുന്നത്, വേറെ ആരുമല്ലല്ലോ കൊടുത്തത്, അള്ള കൊടുത്തതല്ലേ. അയാൾക്ക് ആ പ്രത്യേകതയും അയാളുടെ ആ പുരോഗതിയും അയാളുടെ കഴിവും അയാളുടെ മികവും ഒക്കെ ആര് കൊടുത്തതാ? അള്ള കൊടുത്തത്. അപ്പം ഞാൻ ഫലത്തിൽ ഞാൻ എന്താ പറയണത്? അള്ളാ, നീ ആ കൊടുത്തത് ശരിയായില്ല. നിൻ്റെ ആ തീരുമാനമുണ്ടല്ലോ, അത് എനിക്കിഷ്ടമല്ല. എന്താ അങ്ങനെ അയാൾക്ക് കൊടുത്തത്? എന്താ അയാൾക്ക് എന്താ സമ്പത്ത്, അയാൾക്ക് എന്താ കഴിവ്, അയാൾക്ക് എന്താ പേര്, അയാൾക്ക് എന്താ സ്ഥാനമാനം, ആയിക്കോട്ടെ. അതിന് നമ്മൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? നമ്മളും അള്ളാഹിനോട് ചോദിക്കണം. അയാൾക്ക് ഫضല് കിട്ടിയത് അള്ള കൊടുത്തതാണ്. അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് കിട്ടിയതിൻ്റെ പേരിൽ ഇങ്ങനെ മോഹിച്ച് വിഷമിച്ച് ബേജാറായി നടക്കണ്ട. വലാ തതമന്നൗ മാ ഫضലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദിൻ. ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു തആല ചില കൂടുതൽ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ വല്ലാതെ വിഷമിച്ച് ടെൻഷനായി നടക്കണ്ട. അത് കൊടുത്തവൻ അള്ളയാണ്. ആ കേന്ദ്രത്തിൽ തരാൻ മാത്രം ഖജനാവ് ഇനിയും വിശാലാണ്. അവർക്ക് കൊടുത്ത അള്ളാഹ്ക്ക് നിനക്കും തന്നൂടെ? ഫസ്അലുല്ലാഹ മിൻ ഫളിഹി. അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തോ? ചോദിച്ചോ, നിരന്തരമായി ചോദിച്ചോ. അള്ളാഹ് നിൻ്റെ ഫളിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു. ദുനിയാവിൽ തരണം, ആഖിറത്തിൽ തരണം. അതല്ലേ ദുആ? റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്തും ചോദിച്ചൂടെ? ദുനിയാവും ചോദിക്കാം, ആഖിറവും ഒക്കെ ചോദിക്കാം. അതൊന്നും ചോദിക്കൂല. എപ്പോഴും കണ്ണിങ്ങനെ അപ്പുറത്തേക്കാണ്. അവിടെ എന്താ നടക്കണ്, അവിടെ എന്താ ഉഷാറ്, അവിടെ എന്താണ് അവൻ്റെ വളർച്ച, അവൻ്റെ പുരോഗതി, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കഴിവ്, അവൻ്റെ മികവ്. ഇതിങ്ങനെ നോക്കിയിരുന്നിട്ട് എൻ്റെ ഉറക്ക് നഷ്ടപ്പെടുക, എൻ്റെ ഭക്ഷണത്തിൻ്റെ രുചി പോവുക, എൻ്റെ മനസ്സിൻ്റെ സമാധാനം പോവുക എന്നുള്ളതല്ലാതെ എന്ത് ഉപകാരമാണ് എനിക്കതുകൊണ്ടുള്ളത്? ഒരു മനുഷ്യൻ്റെ ഉറക്ക് നഷ്ടപ്പെടും, അവൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത പോകും, നല്ല നിലക്ക് നിലനിൽക്കുന്ന ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴും, ബന്ധങ്ങൾ മുറിയാൻ കാരണമാകും. ഇതൊക്കെ അസൂയ നിമിത്തമുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാതിരിക്കാനുള്ള മാർഗങ്ങൾ, നിഅമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ റിപ്പോർട്ടിൽ കാണാം, ഏതൊരു നിഅമത്തുള്ള മനുഷ്യനുണ്ടോ അവന് ഹാസിദീങ്ങളും ഉണ്ടാകും. ഏതൊരു മനുഷ്യന് നിഅമത്തുകളുണ്ടോ ആ മനുഷ്യനെ അസൂയ വെക്കാൻ ആളുകളും ഉണ്ടാകും. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കണം. അത് വളരെ പരിതാപകരമായൊരവസ്ഥയിലേക്ക് അധപ്പതിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ നിഅമത്തും എല്ലാവരോടും പറയരുത് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. പരിശുദ്ധ ഖുർആൻ അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അതൊക്കെ ശരി തന്നെയാണ്. നിൻ്റെ റബ്ബിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് നീ സംസാരിക്കുക, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ എല്ലാ നിഅമത്തും എല്ലാവരോടും ആ നിഅമത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു പോകരുത്. നമ്മൾ ചില കാര്യങ്ങൾ എന്തിനാ സീക്രറ്റ് ആക്കണത്? ബന്ധപ്പെട്ട ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും ഇപ്പോൾ തൽക്കാലം പറയണ്ട. കാരണം അപ്പുറത്ത് പാരപ്പണി എടുക്കാൻ വേറെ ആളുണ്ടാവും. അക്കാര്യം അങ്ങനെ ഉണ്ടോ, എന്നാൽ അത് ഞാൻ കാണിച്ചു തരാം, അങ്ങനെയാണ് ഉഷാറാവണ്ട, അത് ഞാൻ റെഡിയാക്കി തരാം. പിന്നെ കൂടി വേറെ പണിയെടുക്കാൻ വേറെ ആൾക്കാരുണ്ടാകും. ഒരാൾക്കൊരു നിഅമത്ത് വരുന്നു എന്ന് കാണുമ്പോഴേക്ക് അതിൽ വല്ലാതെ കണ്ണ് കടിക്കുന്ന, പ്രയാസപ്പെടുന്ന, പല്ല് ഞെരിക്കുന്ന ആളുകളുണ്ടാകും. അവന്മാർ അതിൻ്റെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേലകളൊപ്പിക്കും. അതുകൊണ്ട് എല്ലാ നിഅമത്തും എല്ലാവരോടും പറയണ്ട, ഏറ്റവും ബന്ധപ്പെട്ടവരോട് മാത്രം പറഞ്ഞാൽ മതി. വല്ലാതെ പറയാൻ മുട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ പറയണ്ട. യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടതെന്താ? സ്വപ്നം കണ്ട് ബാപ്പനോട് പറഞ്ഞു, ബാപ്പാ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു, സ്വപ്നമാണ്. ഉടനെ ബാപ്പാക്ക് മക്കളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ബാപ്പ പറഞ്ഞു, മോനെ, യാ ബുനയ്യ ലാ തഖ്സുസ് റുഇയാക അലാ ഇഖ്വതിക ഫയകീദൂ ലക കൈദാ ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ.
ലാ തഖ്സുസ്, നീ പറഞ്ഞു പോകരുത്. റുഇയാക്ക, നിന്റെ ഈ സ്വപ്നം ഉണ്ടല്ലോ, അലാ ഇഖ്വതിക, ഇക്കാക്കാരോട് പറയണ്ട. ഇപ്പൊ തൽക്കാലം ഇക്കാക്കാരോടൊന്നും മിണ്ടണ്ട. എന്താ പ്രശ്നം എന്നറിയോ? ചിലർക്ക് നമുക്കൊരു ന്യാമത്ത് വരുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷം ഉണ്ടാവും. നമുക്കൊരു ന്യാമത്ത് കിട്ടുന്നുണ്ട് എന്ന് കേട്ടാൽ സന്തോഷിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അതേ അവസരത്തിൽ വല്ലാതെ ദുഃഖിക്കുകയും മുഖം മാറുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ടീമുണ്ടാവും. ആ ടീം പ്രയാസം ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ബാപ്പ മോനോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഇതിഞ്ഞ് ഏതായാലും എന്നോട് പറഞ്ഞു കുഴപ്പമില്ല. കാരണം ബാപ്പാക്ക് എന്തായാലും മക്കൾക്ക് ഉണ്ടാകുന്ന പുരോഗതിയിൽ സന്തോഷമേ ഉണ്ടാവുള്ളൂ. ചില മക്കൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ബാപ്പാരെ തെറ്റിദ്ധരിക്കുന്ന മക്കൾ ലോകത്തെ എമ്പാടുമുണ്ട്. അവർ വിചാരിക്കണത് മറ്റുള്ളവർക്ക് എന്നോട് സ്നേഹം എന്നാണ്. എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കൊന്നും എന്നെ അത്ര സ്നേഹമില്ല എന്നാണ്. അത് വിഡ്ഢികളായ മക്കൾ വിചാരിക്കുന്നതാണ്. ഒരു ബാപ്പയും ഉമ്മയും അവരാരെ മക്കൾ നന്നാകുന്നതിന് ഒരു വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ട് ബാപ്പ ഉടനെ പറയാണ്, മോനെ ഈ സ്വപ്നകഥ നീ നിൻ്റെ സഹോദരങ്ങളോട് പറയരുത്. കാരണം പറഞ്ഞാൽ എന്താ? ഫയകീദൂലക കൈദാൻ, അവർ നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും. എന്നിട്ട് കാരണം പറഞ്ഞു കൊടുത്താൽ എന്താണെന്നറിയോ? അത് മനുഷ്യൻ്റെ കൂടെ വേറൊരു സാധനം, ഒരു ശക്തി ഉണ്ട്. ഫയകീദൂലക കൈദ ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, തീർച്ചയായും ശൈത്താൻ മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇസ്ലാം നമ്മളോടൊക്കെ പറഞ്ഞു, നല്ല ഒരു സ്വപ്നം കണ്ടാൽ എല്ലാവരോടും പറയണ്ട. സ്വപ്നത്തിനൊരു മര്യാദ ഉണ്ടല്ലോ ഇസ്ലാമിൽ. അത് ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടത്. സ്വപ്നങ്ങൾ രണ്ട് വിധമുണ്ട്. ഒന്ന് പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ, മറ്റൊന്ന് സന്തോഷം പകരുന്ന നല്ല നല്ല സ്വപ്നങ്ങൾ. പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ ഒരു കാരണവശാലും ഒരാളോടും മിണ്ടരുത്, പറയാൻ പാടില്ല. നമ്മൾ നേരെ മറിച്ചാ. പെട്ടെന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ എണീറ്റുകൊണ്ടിരിക്കും, വിയർത്ത് കുളിച്ച് വെള്ളം വേണം, ബേജാറായി പെട്ട് തലോടിയിട്ട് ചോദിക്കുക എന്തേ ഉണ്ടായി? അങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു. അതെ, നാം ഉണ്ടണ്ട, ഓൻ ഉറങ്ങിക്കോ. അങ്ങനെയാണ് ഒരു നല്ല രക്ഷിതാവ് പറയേണ്ടത്. ഇതിങ്ങനെ ചുഴിഞ്ഞു ചോദിക്കുക, എന്തേ മോനെ കണ്ടത്, എന്തേ മോളെ കണ്ടത്? അങ്ങനെ അവനെ കൊണ്ടിട്ട് പറയിപ്പിക്കും. അള്ളാഹിൻ്റെ റസൂൽ പറയണേ, നിങ്ങളിൽ ഒരാൾ വെറുക്കപ്പെടുന്നൊരു സ്വപ്നം കണ്ടാൽ മിണ്ടരുത്, മിണ്ടാതിരുന്നാൽ മതി. അതിൻ്റെ ഒരു ദൂഷ്യവശവും നിങ്ങളെ ബാധിക്കില്ല. അതുകൊണ്ട് പേടിയാകുന്ന സ്വപ്നം കണ്ടാൽ ആരോടും പറയരുത്. അതിന് ചില മര്യാദ ഉണ്ട്. ആരോടും പറയാൻ പറ്റൂല, അള്ളാഹിനോട് പറയണം. അള്ളാഹിനോട് പറയണം, റബ്ബേ, ഞാൻ ഇപ്പം കണ്ടിട്ടുള്ള ഈ സ്വപ്നത്തിൻ്റെ ഷെറിൽ നിന്ന് നീ എന്നെ കാവിൽ തരണം, എന്നെ കാത്ത് രക്ഷിക്കണം. അതിനുള്ള മര്യാദകളൊക്കെ പഠിപ്പിച്ചു. ഇടതുഭാഗത്തേക്ക് പൈശാചികമായിട്ട് മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണിക്കുന്ന പൈശാചികമായ ശക്തിക്കെതിരെ പ്രതീകാത്മകമായി ഇടതുഭാഗത്തേക്ക് തുപ്പാൻ കണ്ടോ, ശൈത്താനോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. കിടക്കുന്ന പൊസിഷനൊന്ന് മാറിക്കിടക്കുന്നു, തലയണ വെച്ച ഭാഗത്ത് ഒന്നങ്ങോട്ട് തിരിഞ്ഞു, അല്ലെ ഇപ്പം എങ്ങനെ ആദ്യം കടന്നിന്ന് ആ പൊസിഷനൊന്ന് മാറിയിട്ടൊന്ന് കിടക്കുന്നു, ആരോടും പറയാതിരിക്കുന്നു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അതൊക്കെയാണ് ദുസ്വപ്നം കാണുമ്പോൾ. നല്ല സ്വപ്നം കണ്ടാലോ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് മാത്രം പറയുക, എല്ലാവരോടും പറയരുത്. കാരണം അതിന് നല്ല 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 ചിലപ്പോൾ അടയാളങ്ങളുണ്ടാവും. നമ്മളെ മനസ്സിൽ നല്ല സന്തോഷമുള്ള കാര്യമായിരിക്കും ഞാൻ അങ്ങനെ കണ്ടു എന്ന് പറയാം. അപ്പം നമുക്ക് എപ്പോഴാ പാര വെക്കാൻ ചാൻസ് കിട്ടണമെന്ന് നോക്കി നടക്കുന്നവരുണ്ടാവും. അവനോട് ഇക്കാര്യം പറഞ്ഞാൽ അവൻ നേരെ ഉൾട്ട നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരർത്ഥം അതിന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സാകെ ടെൻഷനാവും. അക്കണ്ട സ്വപ്നത്തിൻ്റെ എല്ലാ മികവും പൊലിയും ഇവൻ്റെ വാക്കുകൊണ്ട് പോവും. അതുകൊണ്ട് മിണ്ടണ്ട, ആരോടും പറയണ്ടതാണ്. ഒക്കെ കാരണം എന്താണ് ഇപ്പം ഇതിൻ്റെ കാകത്തുക? ഈ മൂന്നക്ഷരം അസൂയ. അതുകൊണ്ടത് പാടില്ല. നിങ്ങൾ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽപ്പന തരികയാണ്. ബനി ഇസ്രായേലിയർക്ക് പറ്റിയത് അതാണ്, യഹൂദികൾക്ക് പറ്റിയത് അതാണ്, നസ്രാനികൾക്ക് പറ്റിയത് അതാണ്.
അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാർക്കും ആരോടും ഉണ്ടാകാം. സ്വന്തം വീട്ടിലെ കൂടപ്പിറപ്പുകളോടുണ്ടാകാം, ബന്ധുമിത്രാദികളോടുണ്ടാവാം, അയൽക്കാരോടുണ്ടാവാം, അന്യരോടുണ്ടാവാം, ആരോടുമുണ്ടാകാം. മനുഷ്യപ്രകൃതമാണത്. പക്ഷേ അതിനെ അടക്കി ഒതുക്കി വെച്ച് അത് പുറമേക്ക് പ്രകടിപ്പിച്ച് മറ്റൊരാളുടെ മുമ്പിൽ അവൻ പ്രകടിപ്പിക്കാതിരിക്കുന്നതിലാണ് ഒരു സത്യവിശ്വാസിയുടെ മികവും കഴിവും. മറിച്ചൊരാളിൽ അത് ഉണ്ടാവൂല എന്ന് പറയാൻ പറ്റൂല. മനുഷ്യപ്രകൃതാണ്. ഇപ്പം മനുഷ്യന് ദേഷ്യമല്ലേ? ദേഷ്യം ഗളബ് എന്ന് പറയുന്ന മനുഷ്യപ്രകൃതമല്ലേ? ദേഷ്യം പിടിക്കൂലേ? ദേഷ്യം പിടിക്കും. പക്ഷെ ആ ദേഷ്യം അടക്കി ഒതുക്കി വെക്കലാണ് ഒരു മുഅ്മിനിൻ്റെ കഴിവ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൽ കാളിമീനൽ ഗൈള. ദേഷ്യം പിടിക്കാത്തവരെന്നല്ല, ദേഷ്യം പിടിച്ചാൽ അതിനെ അടക്കി ഒതുക്കി വെക്കുന്നവർ എന്നാ ഖുർആൻ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞു. ദേഷ്യം പിടിക്കാത്തവരെന്നല്ല, ദേഷ്യം പിടിക്കാതിരിക്കൂല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഉദ്ധരണി കാണാം, മനിസ്തഗ്ളബ സുമ്മ ലം യഗ്ളബ് ഫഹുവ ഹിമാർ. വളരെ ദേഷ്യം പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ട് ഒരാൾ ദേഷ്യം പിടിക്കുന്നില്ലെങ്കിലോ കഴുതയാണ്. മനുഷ്യന്മാർക്ക് പറഞ്ഞതാണ് ഈ ദേഷ്യം എന്ന്. പക്ഷെ ദേഷ്യം നിയന്ത്രിക്കലാണ്, കോപം നിയന്ത്രിക്കലാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി. ഇതേപോലെ അസൂയ ഫിത്രത്താണ്, മനുഷ്യപ്രകൃതമാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കാതിരിക്കലും എന്തെങ്കിലും അസൂയ ആരോടെങ്കിലും തോന്നുമ്പോഴേക്ക് അള്ളാഹുവിനോട് കാവൽ തേടണം. അള്ളാഹുവേ, എൻ്റെ നന്മകളെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ പാപത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ ക്ലീനാക്കി തരണേ, എൻ്റെ ഹൃദയത്തെ നീ രക്ഷിക്കണേ. ഖൽബിൻ്റെ ശർറാണ് ഹസദ്, കിബർ എല്ലാം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണ് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന, മനുഷ്യ അവയവങ്ങൾ മുഖേനയുണ്ടാകുന്ന പാപങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം. ഞാനിനി പറയാൻ പോകുന്ന ഈ ദുആ നിങ്ങളുടെ കൂട്ടത്തിൽ അറിയുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. അറിയാത്തവർ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയ്യി. ശക്കിൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ഒരിക്കൽ ശക്കിൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് വന്ന് അപേക്ഷിക്കുകയാണ്, പ്രവാചകരെ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം. അപ്പം അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഇതായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ. എൻ്റെ കാത് മുഖേനയുണ്ടാകുന്ന ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശർരി ബസരി, കണ്ണുകൊണ്ടുണ്ടാകുന്ന ഷർറിൽ നിന്ന്. വമിൻ ശർരി ലിസാനി, നാവ് മുഖേനയുണ്ടാകുന്ന ഷർറിൽ നിന്ന്. വമിൻ ശർരി ഖൽബി, ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന ഏതെല്ലാം ഷർറുകളുണ്ടോ അതിൽ നിന്ന്. വമിൻ ശർരി മനിയ്യി, ലൈംഗിക മേഖലയിലെ ഷർറിൽ നിന്ന്. മനിയ്യ് എന്ന് പറഞ്ഞാൽ സ്പേം, ശുക്ലം എന്നൊക്കെയാണ് അർത്ഥം. മനുഷ്യൻ്റെ ലൈംഗിക വികാരം ഉണരുമ്പോൾ അത് അവിഹിതങ്ങളിലേക്ക് പോകുന്നൊരു ഷർറാണ്. വിഹിതമായ മാർഗത്തിലാകുമ്പോൾ നന്മയുമാണ്. അതുകൊണ്ട് ഏതെല്ലാം ഷർറുകൾ മനുഷ്യനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതിൽ നിന്നൊക്കെ കാവൽ തേടുന്നൊരു പ്രാർത്ഥനയാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഇത് പതിവാക്കണം. ഖൽബിനുണ്ടാകുന്ന അസുഖമാണ് അസൂയ. അതിലെല്ലാം പെട്ടുകഴിഞ്ഞു. അതുകൊണ്ട് വളരെ ഗൗരവമാണ്, ഗുരുതരമായ ഒരു പാതകമാണത്. ഇതാണിപ്പോൾ ആ വിഷയത്തിൽ ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യഹൂദികളുടെ ഹസദാണ് ഖുർആൻ അൽ ബഖറയിൽ ഞാൻ നേരത്തെ കേൾപ്പിച്ചെടുത്തും ഈ സൂറത്തുൻ നിസായിലെ 54-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞതും യഹൂദികൾ കാണിച്ച അസൂയയാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ നിമിത്തമായത് അസൂയയാണ്. ഒരു മകൻ മറ്റേ മകനെ കൊന്നതുപോലും അസൂയ കാരണത്താലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങൾ യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളാൻ കാരണം അസൂയയാണ്. കൊന്നേക്കാമെന്നുവരെ പ്ലാൻ ചെയ്തത് കാരണം അസൂയയാണ്. എല്ലാ ഇടങ്ങളിലും അത് വല്ലാതെ ശർറ് ചെയ്യും. അതുകൊണ്ട് നിത്യജീവിതത്തിൽ 5 നേര നമസ്കാരത്തിൻ്റെ പിറകെ ഓരോ തവണയും അദ്കാറു സബാഹിൽ 3 തവണയും അദ്കാറുൽ മസായിൽ 3 തവണയും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനിയും പാരായണം ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്.
അസൂയാലും അസൂയ വെച്ചാലുണ്ടാകുന്ന ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന്. ഇനി സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ആ ഹദീസിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചിലർ അതിൽ ളുഅഫുണ്ട്, ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ആശയം ശരിയാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. വഅൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ ഔ ഖാല അൽ ഉശ്ബ റവാഹു അബൂ ദാവൂദ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇയ്യാകും വൽ ഹസദ, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണേ, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം, അത് വരാതെ നോക്കണം. അതാണ് ഇയ്യാക്കും എന്ന പ്രയോഗം. അതാണ് ചില ഹദീസുകളിൽ കാണാം ഇയ്യാക്കും വല്ലന്ന, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതേപോലെ ഇയ്യാക്കും വൽ ഹസദ, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ കാരണം? അത് മാരകമാണ്. ഫൈനൽ ഹസദ, തീർച്ചയായും അസൂയ യഅകുലുൽ ഹസനാതി, നന്മകളെ, ഹസനത്തുകളെ അത് തിന്നുകളയും, ഹസനത്തുകളെ അത് തിന്നുകളയും. ഹസനത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഹസനാത്ത്. യഅകുലുൽ ഹസനാതി, നന്മകളെ അത് തിന്ന് കാർന്നു തിന്നും. ഏതുപോലെ? കമാ തഅകുലുൻ നാറു, അഗ്നി തിന്നുന്നത് പോലെ, അൽ ഹതബ, വിറകിനെ. ഹതബ് വിറക്. ഔ ഖാല, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരമാണ് ഹതബിന് പകരം പറഞ്ഞ വാചകം അൽ ഉശ്ബ, പുല്ല്. പുല്ല്, പുല്ല്, വൈക്കോല്, ചെടികൾ, ഇതിനെയൊക്കെ തീ അങ്ങോട്ട് നക്കിത്തുടച്ച് തിന്നുകളയും പോലെ നമ്മുടെ ഹൃദയത്തിൽ ഹസദുണ്ടായാൽ നമ്മൾ ചെയ്യുന്ന ഹസനത്തുകളെയൊക്കെ അത് തിന്നു നശിപ്പിച്ച് കളയും. അപ്പോൾ അത് വലിയ ഗുരുതരല്ലേ? നമ്മളാകെ പ്രയാസപ്പെട്ട് നന്മകൾ ചെയ്യുന്നത് പരലോകത്ത് കൂലി കിട്ടാനാണ്. പരലോകത്ത് പ്രതിഫലം കിട്ടാത്ത വിധത്തിൽ നമ്മുടെ നന്മകളൊക്കെ പോക്കിക്കളയുന്ന പാപങ്ങൾ നമ്മളിൽ ഉണ്ടായിത്തീർന്നാൽ അതൊരു മാരകമായ വിപത്തല്ലേ? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വല്ലാത്തൊരു പാപമായി ഇസ്ലാം അത് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള ചികിത്സ കൃത്യമായി ഇസ്ലാം പറയുന്നത്, ഒന്ന്, അൽ ഈമാനു ബി ഖളാഇല്ലാഹി വ ഖദ്രിഹി വ അദ്ലിഹി ഫീ റിസ്ഖിഹി, അല്ലാഹുവിൻ്റെ ഖളാ ഖദറിൽ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ റബ്ബ് നൽകുന്ന അവൻ്റെ റിസ്ഖിൽ അവൻ നീതിമാനാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. റഹ്മാനായ റബ്ബാണ് ഒരു കാര്യം തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൽ ഞാൻ തൃപ്തിപ്പെടലാണ് അസൂയ എൻ്റെ മനസ്സിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ഒന്നാമത്തെ വഴി. ഒരാളോട് അസൂയ തോന്നുമ്പോൾ എന്തുകൊണ്ടായിരിക്കും? അയാളിൽ എന്നേക്കാൾ എന്തോ മികവ് കാണുന്നു. ഉടനെ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് എൻ്റെ റബ്ബാണ് ആർക്ക് മികവ് നൽകണം, ആർക്ക് എത്ര അളവ് നൽകണം, ആർക്ക് എത്ര തോതിൽ നൽകണം, നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ആ റബ്ബിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് എനിക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ തീരുമാനത്തിൽ ഞാൻ തൃപ്തിപ്പെടുന്നു എന്നാകുമ്പോൾ മനസ്സിൻ്റെ ടെൻഷൻ പോകും. ആർക്കൊക്കെ എന്തൊക്കെ വളർച്ച ഉണ്ടായാലും ഒരു വിഷമവും പിന്നെ നമ്മളെ മനസ്സിനെ പിടികൂടുക. അതങ്ങനെ അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. അല്ലെങ്കിൽ നമുക്ക് നിഅമത്ത് കിട്ടിയതിന് മാത്രമാണോ നമ്മൾ അള്ളാഹിനെ സ്തുതിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാത്തിഹ ഓതാൻ കഴിയില്ല. ഫാത്തിഹയിൽ ആദ്യം തന്നെ എന്താ പറയണേ? അൽഹംദുലില്ലാ, എന്തിന് എനിക്ക് നിഅമത്ത് തന്നീനതാ റബ്ബിൽ ആലമീൻ. സർവലോകർക്കും ആവശ്യമായ ഘട്ടത്തിൽ പടിപടിയായി നൽകി വളർത്തിപ്പോരുന്ന റബ്ബാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് സർവസ്തുതിയും അവനേന്ന്.
എത്ര വിശാലമാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ വസ്തുക്കൾക്കും വേണ്ട സമയത്ത് വേണ്ടത്ര അളവിൽ കൊടുത്തിട്ടിങ്ങനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ് റബ്ബ്. അങ്ങനെ ലോകർക്ക് ആവശ്യമായതൊക്കെ നൽകുന്ന പരിപാലകനായ റബ്ബിന് സർവസ്തുതിയും. അത് മനസ്സറിഞ്ഞു പറയുന്ന എനിക്കെങ്ങനെയാണ് എൻ്റെ സഹോദരന് കിട്ടുന്ന ഒരു നിഅമത്തിൻ്റെ പേരിൽ അസൂയപ്പെടാൻ പറ്റുക? അപ്പോൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമ്മളെ മനസ്സിലുള്ള അസൂയക്ക് മരുന്നായി. അതുകൊണ്ട് ഇനി നാളെ മുതൽ ആരും അസൂയക്ക് മരുന്നില്ല എന്ന് പറയേണ്ട, മരുന്നുണ്ട്. കഷണ്ടിക്ക് മരുന്നുണ്ടോ എന്ന് വേറെ ആലോചിച്ചാൽ മതി. അതും ഇപ്പോൾ ഒക്കെ കണ്ടെത്തിയില്ലേ, ഇപ്പോൾ ഒന്നും വിഷയമുള്ള കാര്യമല്ല. ഇതെന്തായാലും മരുന്നുണ്ട്. ഇതിന് തന്നെയാണ് ഒന്നാമത്തെ മരുന്ന്. റഹ്മാനായ റബ്ബേ, നിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം കാരണം എന്താണെന്നറിയോ, ഇത് മനസ്സിൽ വല്ലാതെ ഉരുണ്ടുകൂടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ പിന്നെ ഒരുപാട് പാപങ്ങളിലേക്ക് പോകും. ഇതുകൊണ്ടൊന്നും നിൽക്കൂല, ഒരു ഹസദും നിൽക്കൂല, ഒരുപാട് ഹറാമുകൾ നമ്മൾ ചെയ്യും. എനിക്കൊരാളോട് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഗീബത്തായി. നാലാളെ മുമ്പിൽ അയാളങ്ങനെ ഇടിച്ചു താത്താൻ നോക്കും. ഇല്ലാത്തതിങ്ങനെ പറയുന്നേ. എൻ്റെ മനസ്സിൻ്റെ വിഷമാണ്. ആ സാധു അറിയണമെന്നല്ല. ഞാനൊരാളോട് അസൂയ കാണിക്കുന്നുണ്ട്, അയാൾ സുഖമായിട്ട് കിടന്നുറങ്ങാണ്, അയാളതൊന്നും അറിയണില്ല. എനിക്കിവിടെ ഉറക്കം വരുന്നില്ലാന്ന് ഞാനിങ്ങനെ അയാളെ കുറ്റം പറയാ. അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മ കാണുമ്പോഴേക്ക് ഞാൻ അതിനെ നിരൂപണം നടത്തുക, അതിനെ എതിർക്കുക, ചാടിപ്പടഞ്ഞ് അതിനെ കുറ്റം പറയുക. അപ്പോൾ ഒക്കെ എന്താ പ്രശ്നം? ഇത് കടന്ന് നീറുകയാണ്. ഇത് കിടന്നങ്ങനെ അതാണ് പോയാൽ മതി. ആണ് പോയാൽ പിന്നെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ഇത്ര വലിയ പാപമാകുന്നത് എല്ലാം നശിപ്പിക്കും. പിന്നെ ഗീബത്തും പറയും, ഏഷണിയും കൂട്ടും. കാരണം അങ്ങനെ ഇപ്പം നിങ്ങളാണ് വളരണ്ട, അങ്ങനെ നിങ്ങളാണ് ഉഷാറാകണ്ട, കാണിച്ചു തരാം ഞാൻ. മറ്റവനെയും ഇവനെയും തമ്മിലാണ് തെറ്റും. അതിനെന്ത് വേണം? അതിന് നെമീമത്തിൻ്റെ പണിയെടുക്കണം. നെമീമത്തിൻ്റെ പണിയെടുത്താലോ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന വലിയ പാപമാണ്. അള്ളാഹിൻ്റെ റസൂൽ മദീനത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്ന് അട്ടഹാസം കേൾക്കുകയാണ്. എന്താണ് ഖബറിൽ ശിക്ഷിക്കപ്പെടണേ? എന്താ വിഷയം? വിഷയം തന്നെ അയാൾക്ക് ജീവിതകാലത്ത് പണി എന്തായിരുന്നു? മണ്ണെണ്ണ വാരലായിരുന്നു. അതായത് ഇങ്ങനെ എരിഞ്ഞു തുടങ്ങുന്ന തീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ലേ, നെമീമത്തിൻ്റെ പണിയായിരുന്നു. അപ്പുറത്ത് കിട്ടിയത് ഇവിടെ പറഞ്ഞു കൊടുക്കും, ഇവിടെ കിട്ടിയത് അവിടെയും പറഞ്ഞു കൊടുത്തിട്ട് അയാൾ നടുക്ക് പിടിച്ചിട്ട് രണ്ട് തലയ്ക്ക് മിന്നും, കത്തിക്കും. ആ നെമീമത്ത് കടുത്ത കുറ്റം. പച്ച ഇറച്ചി തിന്നൽ, ഒരാളുടെ മനുഷ്യൻ്റെ മൃതശരീരത്തിൽ നിന്ന് ഇറച്ചി തിന്നുന്നതിന് സമാനമാണ് ഗീബത്ത്. അതും ചെയ്യും. ഇനി എന്താ ചെയ്യാതിരിക്കുക? എല്ലാം ചെയ്യും. കൊലപാതകം നടത്തിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊന്നു കളഞ്ഞില്ലേ? ഹസദ്. കൊല്ലാൻ പ്ലാനിട്ടില്ലേ? തട്ടിക്കളയാൻ എവിടെയും കൊണ്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞില്ലേ? ഒക്കെ കാരണം. അതുകൊണ്ടാണ് ഇത്ര വലിയ മാരകമായ പാപമാകുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും പരിശോധിക്കുക, എൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും വിധത്തിൽ അസൂയുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അവനാൻ തന്നെ ചികിത്സിച്ചാണ് നീക്കിക്കളയുക. അള്ളാഹിനോട് ഇരുന്ന് പൊറുക്കലിനെ തേടുക. തെറ്റ് ഞങ്ങളടുത്താ സംഭവിച്ചത് എന്ന് മനസ്സിലായപ്പോൾ മക്കളൊക്കെ കൂടി യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതെന്താ അവസാനം? യാ അബാനാ അസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ബാപ്പാ, ഞങ്ങൾക്ക് വേണ്ടി ബാപ്പയും പൊറുക്കലിനെ തേടണം, ബാപ്പയും പൊറുക്കലിനെ തേടണമെന്ന് ബാപ്പാനോട് മക്കൾ പറഞ്ഞു. ആരോടാ പറയുന്നത്? ആരോടാ പറഞ്ഞത്? ഈ അസൂയ മൂത്തിട്ട് തുടക്കത്തിൽ ഈ മക്കൾ തന്നെ ബാപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. നബിയായ ബാപ്പയാ, യാക്കൂബ് നബി നബിയാ. എന്നിട്ട് ഈ മക്കളൊക്കെ കൂടി ആദ്യം എന്താ പറഞ്ഞത്? ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. നമ്മളെ വാപ്പ പഴിച്ചിക്കണേന്ന്, നമ്മളെ വാപ്പ കടുത്ത പിഴവിലാണെന്ന് ഈ മക്കൾ ബാപ്പാനെ പറഞ്ഞു. സ്വന്തം ബാപ്പാന്, സാധാരണ ബാപ്പാനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉഫിൻ ചേ എന്ന് പോലും ബാപ്പനോട് പറയരുതെന്നല്ലേ? എന്നാൽ ബാപ്പനെ കുറിച്ച് മക്കളെന്താ പറഞ്ഞത്? നമ്മളെ വാപ്പ പഴിച്ചിക്കണേന്ന്. ഇത് സാധാരണ ബാപ്പയല്ല, പ്രവാചകനാണ്. ഒരു പ്രവാചകൻ പഴിച്ചിരിക്കുന്നു എന്ന് സ്വന്തം മക്കൾ വിളിച്ചു പറയാൻ മാത്രം അവരുടെ ഹൃദയത്തിൽ വേരോടിയ അസുഖത്തിൻ്റെ പേരെന്താ? അസൂയ. അപ്പം ഇനി അതുകൊണ്ട് എന്തൊക്കെ ഷർറ ഉണ്ടാവുക എന്നുള്ളത് പറയേണ്ടതില്ല. അതുകൊണ്ട് ഇത് മാരകമാണ്, വലിയ പ്രയാസം ഉണ്ടാക്കും. എത്രത്തോളം ഒരാളുടെ ഹൃദയത്തിലുണ്ടോ അത്രത്തോളം അയാൾ വല്ലാതെ ടെൻഷനാവും. അയാളുടെ ജീവിതത്തിൻ്റെ സുഖങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും
അത് ഹൃദയത്തിൽ നിന്ന് ഒഴിവായി പോകുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ എടുത്തു നീക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്തിനു വിഷമിക്കണം? നിനക്കൊരു നിഅമത്തുണ്ടാകുന്നത് നിനക്ക് എത്രത്തോളമാണ് ഇഷ്ടപ്പെടുന്നത്, അതേപോലെ നിന്റെ സഹോദരനും അത് ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു പ്രശ്നം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്കിഷ്ടപ്പെടുന്നത്. എനിക്കിഷ്ടപ്പെടുന്നതൊക്കെ മറ്റേ ആൾക്കും ഞാൻ ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു, പ്രശ്നമില്ല. ആ അസുഖത്തിൻ്റെ എല്ലാ വേരോടെ അവൻ പിഴുതെറിയാൻ പറ്റും. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ അർത്ഥത്തിലെല്ലാം പൂർണ്ണമായും നമ്മൾ ഈ മാരകമായ അസുഖത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അധ്വാനിക്കുക. റഹ്മാനായ റബ്ബ് മാരകമായ ഈ ഹൃദയ രോഗത്തിൽ നിന്ന്, മനോരോഗത്തിൽ നിന്ന് നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും കാവൽ നൽകുകയും ഏറ്റവും നല്ല സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ സാധ്യമാകുന്ന ഒരു ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖിനാൽ അവൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.